അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇർഷാദുൽ ഇബാദ് സബക്ക് 92. സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഒറ്റക്ക് നിസ്കരിക്കൽ സുന്നത്തായതുമുണ്ട്, ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്തായ സുന്നത്ത് നിസ്കാരങ്ങളുമുണ്ട്. ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തുള്ളതാണ് 2 പെരുന്നാൾ നിസ്കാരം, തറാവീഹ് നിസ്കാരം, ഗ്രഹണ നിസ്കാരം തുടങ്ങിയവ. ആ 2 പെരുന്നാൾ നിസ്കാരമാണ് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമുള്ള അഫ്ളലായ സുന്നത്ത് നിസ്കാരം. അതിൽ തന്നെ വലിയ പെരുന്നാൾ നിസ്കാരമാണ് ഏറ്റവും പ്രതിഫലാർഹമായ വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരം. എന്നാൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ നാം ദൈനംദിനം നിർവഹിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളിൽ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെക്കാളൊക്കെ അഫ്ളലായ വളരെ പരമപ്രധാനമായ നിസ്കാരമാണ് വിത്ർ നിസ്കാരം. റവാത്തിബിൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഞാൻ കഴിഞ്ഞ സബക്കുകളിൽ വിശാലമായി പ്രതിപാദിച്ചു. എന്നാൽ അതിനേക്കാളൊക്കെ അഫ്ളലാണ് വിത്ർ നിസ്കാരം എന്ന് പറയാൻ കാരണമുണ്ട്. വിത്ർ നിസ്കാരം നിർബന്ധമാണെന്ന് വരെ അഭിപ്രായമുണ്ട്. വിത്ർ നിസ്കാരം നിർവഹിക്കൽ വാജിബാണ്, അത് ഉപേക്ഷിച്ചാൽ കുറ്റക്കാരനാകും എന്ന് വരെ അഭിപ്രായമുള്ള നിസ്കാരമാണ് വിത്ർ നിസ്കാരം. ഹനഫി മദ്ഹബിൽ വിത്ർ വാജിബാണ്. അവർക്ക് 5 വക്ത് ഫർദ് നിസ്കാരത്തിന് പുറമെ വിത്ർ നിസ്കാരവും വാജിബാണ്. അങ്ങനെയൊക്കെ കാർക്കശ്യമുള്ള വിത്ർ നിസ്കാരം നമ്മുടെ മദ്ഹബിലും മറ്റ് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെക്കാളൊക്കെ പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട, നിലനിർത്തി പോരേണ്ട, നിർബന്ധമാണെന്ന അഭിപ്രായമുള്ള ഏറ്റവും അഫ്ളലായ സുന്നത്ത് നിസ്കാരമാണ്. അതിനെക്കുറിച്ചുള്ള ഹ്രസ്വമായ ഒരു വിശദീകരണമാണ് ഇതിന് ശേഷം വരുന്നത്. അബൂ ദാവൂദ് വ തുർമുദി എന്ന അബി അയ്യൂബ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിൻ്റെ മേലും ബാധ്യതയാണ്, എല്ലാ മുസ്ലിമീങ്ങൾക്കും ഹഖ്ഖാൻ. ഫമൻ അഹബ്ബ അൻ യൂത്തിറ ബി ഖംസിൻ, അതുകൊണ്ട് ആരെങ്കിലും 5 റക്അത്ത് വിത്ർ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽയഫഅൽ, അവർ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. വമൻ അഹബ്ബ അൻ യൂത്തിറ ബി സലാസിൻ, 3 റക്അത്ത് വിത്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫൽയഫഅൽ, അവൻ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. വമൻ അഹബ്ബ അൻ യൂത്തിറ ബി വാഹിദ, 1 റക്അത്ത് വിത്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫൽയഫഅൽ, അവൻ അത് ചെയ്തു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അപ്പോൾ വിത്ർ ഒരിക്കലും ഒഴിവാക്കരുത്. 1 റക്അത്താണെങ്കിൽ 1 റക്അത്തെങ്കിലും നിർവഹിക്കണം എന്ന് അറിയിക്കുന്ന ഹദീസ് മാഷാ അല്ലാഹ് 5, 3, 5, 7, 9, 11 വരെ ഒറ്റയായിട്ട് നിർവഹിക്കേണ്ട സുന്നത്ത് നിസ്കാരമാണ് വിത്ർ നിസ്കാരം. 11 വരെയാണ് അതിൻ്റെ എണ്ണം. മാക്സിമം പോയാൽ 11. 12ാമത്തെ റക്അത്ത് വിത്റിൻ്റെ നിയ്യത്തോടു കൂടി നിസ്കരിച്ചുകൂടാ. അപ്പോൾ ചുരുങ്ങിയത് 1 റക്അത്താണെങ്കിലും 1 റക്അത്ത് തന്നെ പതിവായി നിസ്കരിക്കുന്നത് ശരിയല്ല, അത് കറാഹത്താണ്. അതിനൽ കമാൽ 3 റക്അത്താണ്. 3 റക്അത്തെങ്കിലും പതിവായി നിസ്കരിക്കുക. ഇടക്കിടക്ക് ഒന്നായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ, പിന്നെ 1 റക്അത്തെങ്കിലും നിർവഹിക്കാതിരിക്കുന്നത് ശക്തമായ കറാഹത്താണ്. തീരെ വിത്ർ നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത് അത് ശക്തമായ കറാഹത്താണ്. വിത്ർ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത്. ഇനിയോ നമ്മൾ പതിവായി നിസ്കരിക്കുന്നത് അത് 1 റക്അത്തിൻ്റെ മേൽ ചുരുക്കുന്നതും ശരിയല്ല. അപ്പോൾ 3 റക്അത്ത് അതിനൽ കമാല്, പൂർണ്ണതയിൽ ഏറ്റവും കുറഞ്ഞത് 3 റക്അത്താണെന്ന് മഹാന്മാരൊക്കെ പഠിപ്പിച്ച എല്ലാ ഫിഖ്ഹിൻ്റെ കിതാബിലും നമ്മൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ചുരുങ്ങിയത് 1 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ 3 റക്അത്ത് പതിവായിട്ട് തന്നെ നിസ്കരിക്കുക. ഇനിയോ പിന്നെ 11ലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നവർ ആ രീതിയിൽ നിസ്കരിക്കുക. എന്തേ നമുക്ക് കഴിയാത്തത്? നമ്മൾ റമദാനിലൊക്കെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നവരല്ലേ. അത്രയൊന്നും വേണ്ടാലോ ഒരു 11 റക്അത്ത് വിത്ർ നിസ്കരിക്കാൻ. റബീഉൽ അവ്വലിൻ്റെ പ്രാരംഭത്തിൽ നിൽക്കുമ്പോൾ സുന്നത്തുകൾ മുറുകെ പിടിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകൾ അനുധാവനം ചെയ്യാൻ പ്രതിജ്ഞ എടുത്ത് നിൽക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സുന്നത്ത് വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് വിത്ർ നിസ്കാരത്തിൻ്റെ റക്അത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ അത് ഇശാഇന് ശേഷം നിർവഹിക്കേണ്ടതാണ്. ഇശാഇന് ശേഷം പിന്നെ അതിൻ്റെ സമയമായി. അപ്പോൾ ഇശാഇൻ്റെ സുന്നത്ത് നിസ്കരിക്കാം, അതിനുശേഷം വിത്ർ നിസ്കരിക്കാം. അതിനുശേഷമാവണമെന്നില്ല. ഇശാ നിർവഹിച്ചതിന് ശേഷം, ഇശാ എന്ന ഫർദ് നിസ്കാരം നിർവഹിച്ചതിന് ശേഷം അതിൻ്റെ സമയം കടന്നു. അപ്പോൾ സുബ്ഹിൻ്റെ ഉള്ളിലായിട്ട് അത് നിർവഹിച്ചാൽ മതിയാകും. ഏതാനും ഹദീസുകൾ കൂടി ഞാൻ വായിക്കാം. അതിൻ്റെ ഫിഖ്ഹിയായ മസ്അലകൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് വിശദമായ രീതിയിൽ നമുക്ക് ഉസ്താദുമാർ അതിന് മറുപടി പറയും.
വൽ ബൈഹഖി വൽ ഹാക്കിം, ഇമാം ബൈഹഖിയും ഹാക്കിമും റിപ്പോർട്ട് ചെയ്യുന്നു, ഔതിറു ബി ഖംസിൻ ഔ സബ്ഇൻ ഔ തിസ്ഇൻ, നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ 5 റക്അത്ത് വിത്ർ നിസ്കരിക്കുക, ഔ സബ്ഇൻ അല്ലെങ്കിൽ 7 റക്അത്ത്, അല്ലെങ്കിൽ ഔ തിസ്ഇൻ അല്ലെങ്കിൽ 9 റക്അത്ത്, ഔ 11 അല്ലെങ്കിൽ 11 റക്അത്ത് നിങ്ങൾ വിത്ർ നിസ്കരിക്കുക. ഔതിറു, നിങ്ങൾ വിത്ർ നിസ്കരിക്കുകയും. അങ്ങനെയാണ് നമ്മൾ റമദാനിലൊക്കെ തറാവീഹ് കഴിഞ്ഞാൽ ഔത്തിറൂ എന്ന് പറയേണ്ട സ്ഥലത്ത് ചില ആൾ അവിത്തിറൂ എന്നൊക്കെ പറയുന്നതൊക്കെ, അവിത്തിറൂ എന്നല്ല, ഔത്തറ യൂത്തിറുവിൻ്റെ അമ്രാണ്, ഔത്തിറൂ എന്നാണ് പറയേണ്ടത്. അപ്പോൾ വ മുസ്ലിമുൻ, അടുത്ത ഹദീസ്. അപ്പോൾ 11 റക്അത്ത് വരെ ആ ഹദീസിൽ എണ്ണി. മുസ്ലിമും തുർമുദിയും റിപ്പോർട്ട് ചെയ്യുന്ന ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്, മൻ ഖാഫ അല്ലാ യഖൂമ ആഖിറൽ ലൈലി ഫൽയൂത്തിർ അവ്വലഹു. ഇത് വിത്ർ നിസ്കരിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? ഏറ്റവും നല്ല സമയം രാത്രിയുടെ 1/3 കഴിഞ്ഞ് കടന്നതിന് ശേഷം അവസാന ഭാഗത്ത് തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് തഹജ്ജുദും കൂടി കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. അപ്പോൾ അങ്ങനെയല്ല, അതാണ് റസൂൽ പഠിപ്പിക്കുന്നത്. മൻ ഖാഫ അല്ലാ യഖൂമ ആഖിറൽ ലൈലി, അവസാന സമയത്ത്, രാത്രിയുടെ അവസാന സമയത്ത് എഴുന്നേൽക്കൂല എന്ന് ആരെങ്കിലും ഭയക്കുകയാണെങ്കിൽ ഫൽയൂത്തിർ അവ്വലഹു, അവൻ ആദ്യത്തിൽ തന്നെ വിത്ർ നിസ്കരിച്ച് കിടന്നോളട്ടെ. അപ്പോൾ ഇശാ കഴിഞ്ഞ ഉടനെ അവൻ വിത്ർ നിസ്കരിക്കണം. റമദാനിൻ്റെ രാത്രിയുടെ ആദ്യ ഭാഗത്ത് തന്നെ അവൻ വിത്ർ നിസ്കരിക്കണം എന്നർത്ഥം. അവസാന ഭാഗത്ത് എഴുന്നേൽക്കൂല എന്ന് പേടിയുണ്ടെങ്കിൽ, വമൻ തമഅ അൻ യഖൂമ ആഖിറഹു, അവസാന ഭാഗത്ത് എഴുന്നേൽക്കുമെന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവൻ ഫൽയൂത്തിർ ആഖിറൽ ലൈലി, അവൻ അവസാന സമയത്ത്, രാത്രിയുടെ അവസാന സമയത്ത് വിത്ർ നിസ്കരിച്ചു കൊള്ളട്ടെ. ഫഇന്ന സ്വലാത്ത ആഖിറിൽ ലൈലി മഷ്ഹൂദ, കാരണം രാത്രിയുടെ അവസാനത്തിൽ നിസ്കരിക്കുന്ന നിസ്കാരം മഷ്ഹൂദ, അത് സാക്ഷിയാക്കപ്പെടുന്ന നിസ്കാരമാണ്. മലക്കുകളൊക്കെ സാക്ഷിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. നാം മുമ്പ് അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നിർവഹിക്കപ്പെടുന്ന നിസ്കാരത്തിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് വിത്ർ നിസ്കാരം ആ രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് പിന്തിക്കട്ടെ. വദാലിക അഫ്ളലു, അതാണ് ഏറ്റവും ഉത്തമമായ രീതി, ഉത്തമമായ വിത്ർ നിസ്കാരം എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വന്നസായി വഇബ്നു മാജ സുഇലത ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയോട് ചോദിക്കപ്പെട്ടു, ബി അയ്യി ഷൈഇൻ കാന യുത്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് സൂറത്ത് ഓതിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ർ നിസ്കരിക്കാറുള്ളത് എന്ന് ചോദിച്ചപ്പോൾ, ഖാലത്ത്, ആയിഷ ബീവി 3 റക്അത്ത് വിത്റിന്റെ രൂപം പറഞ്ഞു കൊടുക്കുകയാണ്. കാന യഖറഉ ഫിൽ ഊല, 3 റക്അത്ത് വിത്ർ നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തേതിൽ ഓതും സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല സൂറത്ത് ഓതും. വഫി സാനിയ, രണ്ടാമത്തേതിൽ ഓതും ഖുലിയാ യുഹൽ കാഫിറൂനെ ഓതും. വഫി സാലിസ, മൂന്നാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദത്തൈനി, ഈ സൂറത്തുകളും ഓതും. ഇത് നമ്മൾ റമദാനിലൊക്കെ ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ഇമാമുകൾ ഓതുന്ന കേട്ടിട്ട് നമ്മൾ പരിചയിച്ച സൂറത്തുകളാണ്. നമുക്കറിയാം, 3 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തേൽ സബ്ബിഹിസ്മ ഓതലാണ് സുന്നത്ത്, രണ്ടാമത്തേൽ കാഫിറൂനെ, മൂന്നാമത്തേൽ ഇഖ്ലാസ് മുഅവ്വിദത്തൈനിയാണ് ഓതേണ്ടത്. അപ്പോൾ ഇതന്നെ ഓതിക്കൊള്ളണമെന്നില്ല, സബ്ബിഹിസ്മൽ ഓതണ്ടേ എന്ന് വിഷമം വിചാരിച്ചിട്ട് 3 റക്അത്ത് നിസ്കരിക്കാണ്ടിരിക്കണ്ട. 3 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് വേറെ തന്നെ ഒരു മഹത്വമാണ്. അതിന് പുറമെ അതിൽ ഈ സൂറത്തുകളുടെ രീതി പാലിക്കുക, വാരിദായ സൂറത്തുകൾ ഓതുക എന്നുള്ളത് ഒരു പ്രത്യേക സുന്നത്താണ്. ഇനി ഈ സൂറത്തുകൾ ഓതിയിട്ടില്ല എങ്കിലും റക്അത്തുകളുടെ എണ്ണം കുറക്കേണ്ട ആവശ്യമില്ല. റക്അത്തുകൾ എന്താക്കണം, പിന്നെ 3 റക്അത്തെങ്കിലും നിർവഹിക്കാൻ വേണ്ടിയിട്ട് നാം സന്നദ്ധരാവണം. അതേസമയം സബ്ബിഹിസ്മ അറിയാത്തവരാരും ഉണ്ടാവില്ല, അറിയാത്ത സാധാരണക്കാരുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. കൂടുതലും ഉസ്താദുമാർ തന്നെയാണ്. അപ്പോൾ സബ്ബിഹിസ്മ അറിയുന്നവർ അത് തന്നെ, ആ വാരിദായ സൂറത്തുള്ളിടത്ത് വാരിദ് തന്നെ ഓതലാണ് അഭികാമ്യം, അല്ലാത്തത് ഖിലാഫുൽ ഔലയാണ്. ഇനി വയുസന്നു, സുന്നത്താക്കപ്പെടുന്നതാണ്. അടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ നിസ്കാരം വസിലാക്കിയിട്ടും ഫസിലാക്കിയിട്ടും ഒക്കെ നിസ്കരിക്കാമെന്ന് മനസ്സിലാക്കുക. 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുന്നത് ശരിയല്ല. നിങ്ങൾ ലാ തുഷബ്ബിഹുൽ വിത്ര ബിൽ മഗ്രിബി, മഗ്രിബിനോട് നിങ്ങൾ വിത്റിനെ സാദൃശ്യപ്പെടുത്തരുതെന്നുണ്ട്. അപ്പോൾ 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കണ്ട. 3 റക്അത്താണെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം പിന്നെ 1 റക്അത്ത് നിസ്കരിക്കുക. അതേസമയം 5 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. 5, 7, 9, 11 ഒന്നിച്ച് നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. ഒറ്റ അത്തഹിയ്യാത്ത് ഇരുന്നാൽ മതി ലാസ്റ്റ് സമയത്ത്. അങ്ങനെ എന്തായാൽ മതി. 11 റക്അത്തും അങ്ങനെയും നിസ്കരിക്കാം. അതിനെ വസ്ലാക്കി ചേർത്ത് നിസ്കരിക്കുക എന്ന് പറയും. എന്നാലും ഫസ്ലാക്കി ഓരോ ഈ രണ്ടിലും സലാം വീട്ടി നിസ്കരിക്കൽ തന്നെയാണ് ഉത്തമം. അപ്പോൾ ചുരുങ്ങിയത് 1 റക്അത്തെങ്കിലും നിർവഹിച്ചിട്ട് വിത്ർ ദായിമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഒരിക്കലും വിത്ർ ഒഴിവാക്കൂല എന്ന് പ്രതിജ്ഞ എടുക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി. 3-ൽ കൂടുതൽ നിസ്കരിക്കുന്നവർക്ക് സുന്നത്തുള്ള സൂറത്തുകൾ ഏതൊക്കെയാണെന്ന് ചോദ്യം. ആ 3 റക്അത്തിൽ മാത്രമേ പ്രത്യേകം സൂറത്തുകൾ വാരിദായിട്ടുള്ളൂ.
അതിലധികം നിസ്കരിക്കുന്നവർക്ക് അവർ ഈ രണ്ട് റക്അത്തായിട്ട് ഫസിലാക്കി നിസ്കരിക്കുകയാണെങ്കിൽ സാധാരണ സൂറത്ത് ഓതേണ്ട നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവൻ സൂറത്ത് ഓതുക എന്ന് പറഞ്ഞാൽ പ്രത്യേകം സൂറത്തൊന്നും വാരിതായിട്ടില്ല. സൂറത്ത് ഓതേണ്ട നിയമങ്ങൾ പാലിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേൽ വലിയ സൂറത്ത്, തൊട്ടടുത്ത ചെറിയ സൂറത്ത് രണ്ടാമത്തേൽ ഓതുക. ഈ നിലയിൽ സൂറത്തിൻ്റെ സുന്നത്തുകളൊക്കെ പാലിച്ച് ഓതലാണ് നല്ലത്. അങ്ങനെയാണ് വേണ്ടത്. അതേസമയം തുടർച്ചയായി ഓതുക വസിലാക്കിയിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ 5 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുന്നത്, അല്ലെങ്കിൽ 11 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുന്നത്, അപ്പോൾ പിന്നെ ഈ സൂറത്തിൻ്റെ ക്രമങ്ങളൊക്കെ പരമാവധി പാലിക്കുക. അതിൽ 5 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഒരു രീതി പിന്നെ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഒന്നാമത്തേൽ മുത്തഫിഫൂനെയും പിന്നെ വൈലുൽ മുത്തഫിഫീനെയും അതുപോലെ തന്നെ ഇൻഷിഖാഖ് ഓതുക, രണ്ടാമത്തേൽ ബുറൂജും ത്വാരിഖ് ഓതുക, മൂന്നാമത്തേൽ സബീസ്മ, നാലാമത്തേൽ കാഫിറൂന, അവസാനത്തേൽ ഇഖ്ലാസ് മുഅവ്വിദത്തൈനി. ഇങ്ങനെ ഓതിയാൽ ശരിയാവുമല്ലോ. ഇനി അതിലധികം നിസ്കരിക്കുമ്പോൾ ഈ ഓർഡറിൽ കിട്ടുന്നില്ല എങ്കിൽ, ഈ ഓർഡർ അറിയില്ല എനിക്ക് മുത്തഫിഫീനും അതുപോലെ തന്നെ മറ്റ് ഈ പറഞ്ഞ ബുറൂജും താരിഖൊന്നും അറിയില്ല എന്ന് കൂട്ടിക്കോ. അപ്പോൾ പിന്നെ വസിലാക്കി നിസ്കരിക്കുമ്പോൾ എന്താണ്, എങ്ങനെയാണോ എനിക്ക് കഴിയുന്നത് ആ സൂറത്തിൻ്റെ തർത്തീബും തവാലിയൊക്കെ പരിഗണിച്ചിട്ട് ചെയ്യണമെന്നാണ്. അവസാനത്തെ 3 ഇത് തന്നെ വേണം എന്നുള്ളത് അത് ഫസിലാക്കി നിസ്കരിക്കുമ്പോഴാണ്. ഈ 3 റക്അത്ത് വേറെ തന്നെ നിസ്കരിക്കുമ്പോഴാണ്. രണ്ടും ഒന്നുമായിട്ട് ഈ 3 റക്അത്ത് വേറെ തന്നെ നിസ്കരിക്കുമല്ലോ, അങ്ങനെയാണ്. അപ്പോൾ 5 റക്അത്ത് ഒന്നിച്ചാണ് നിസ്കരിക്കുന്നതെങ്കിൽ അവിടെ എന്താണ്, സൂറത്തിൻ്റെ ക്രമം പാലിച്ചുകൊണ്ട് 1 മുതൽ എന്താണ് ഈ പറഞ്ഞ പോലെ ഈ സബീസ്മ അടക്കം അതിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മുത്തഫിഫീനും ഇൻഷിഖാക്കും ഒന്നാമത്തേൽ അങ്ങനെ ആ ക്രമം പാലിച്ച് ഓതേണ്ടി വരും. അല്ലെങ്കിൽ ബാക്കിയുള്ള സൂറത്തുകൾ ഏതെങ്കിലും ഓതേണ്ടി വരും. അങ്ങനെയാണ് ഇവിടുത്തെ പിന്നെ നിയമം. അതായത് 3-ൽ കൂടുതൽ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് സാധാരണ സൂറത്ത് ഓതേണ്ട നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സൂറത്ത് ഓതുക എന്ന് മാത്രം.